ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ പൊറോത്തോം ബ്ലോക്കിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ പൊറോത്തോം ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഡെമോ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊറോത്തോം ബ്ലോക്ക് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മെസൻട്രി വാൾ കെട്ടണത് എന്നുള്ളതാണ്. അതായത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, കൊസ്റ്റിക്കാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ പല പല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബ്ലോക്കാണ് പൊറോത്തോം ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മൾ രണ്ട് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ ഹോളുള്ളതും രണ്ടാമത്തത് വെർട്ടിക്കൽ ഹോളുള്ളതും. ഹൊറിസോണ്ടൽ ഹോളുള്ളതിന് നമ്മൾ ഇതേപോലെ കാണുന്ന ഹൊറിസോണ്ടൽ ഹോളുള്ളതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ HP എന്നും, വെർട്ടിക്കൽ ഹോളുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ VP എന്നും ആണ് പറയുന്നത്. നോർമലി ഹൊറിസോണ്ടലാണ് നമ്മൾ കോമൺ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിനാണ് റേറ്റ് ഇച്ചിരി കുറവ്. വെർട്ടിക്കൽ ബ്ലോക്ക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓപ്പണിങ്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഒക്കെ ചെയ്യേണ്ട ഒരു ഇതിൽ, മറ്റതിലും ചെയ്യാം. HP അതായത് ഹൊറിസോണ്ടൽ ബ്ലോക്ക് ഉള്ളതിലും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ ഒരു ഡോർ വരുന്ന പൊസിഷനാണ്, അപ്പോൾ അവിടെ നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ വെർട്ടിക്കൽ ഹോളുള്ള VP ഉപയോഗിച്ചിരിക്കുന്നത്. നോർമലി ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ ഹൊറിസോണ്ടൽ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫ്ലോറിൽ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സിംഗിൾ ലൈൻ വെച്ചിട്ട് സെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇനി മേസൺട്രി നമ്മൾ മുകളിലേക്ക് ചെക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 12 ഇഞ്ചോ 13 ഇഞ്ചോ ബ്ലേഡുള്ള ബോഷിൻ്റെ മെറ്റൽ കട്ടർ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻ്റെ അകത്ത് വെർട്ടിക്കൽ ബ്ലോക്കായാലും ഹൊറിസോണ്ടൽ ബ്ലോക്കായാലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് സൈസിൽ നമുക്കിപ്പോൾ ചെറിയ പീസുകൾ ഇത് ഒക്കെ ഉപയോഗിക്കും. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് ലെയർ എന്ന് പറയുന്നത് ഫുൾ ബ്ലോക്ക് ആയിരിക്കണം. കണ്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ താഴേയിൽ നമ്മൾ ചെറിയ പീസ് നമ്മൾ ഹൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഇടക്കിട്ടിരിക്കണം. ഒരു കാരണവശാലും ബീമിൻ്റെ ബോട്ടത്തിലോ അല്ലെങ്കിൽ സ്ലാബിൻ്റെ ബോട്ടത്തിലോ കൊണ്ടുപോയി പീസ് നമ്മൾ ഇടരുത്. നമുക്ക് വേണ്ടത് താഴേലേക്ക് കൊണ്ടുവരണം. ടോപ്പിൽ ഫുൾ പീസായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഈ കട്ടറാണ് നമ്മൾ നോർമലി പല കമ്പനിയുടെ ഉണ്ട്, ബോഷ് ഉണ്ട്, അതുപോലെ തന്നെ 12 ഇഞ്ചോ 13 ഇഞ്ചോ ഉള്ള സ്റ്റീൽ കട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ യൂണിഫോമായിട്ട് നമുക്ക് നല്ല ഷേപ്പിന് നമ്മുടെ ആവശ്യമുള്ളതിന് വേസ്റ്റ് ഒന്നും പോകത്തില്ല. വേസ്റ്റ് വളരെ കുറവായിരിക്കും ഇതിന് മറ്റുള്ള ബ്ലോക്കുകളെ അപേക്ഷിച്ച്. പൊറോത്തോം ബ്ലോക്കിൽ ഇലക്ട്രിക്കൽ വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ഇതുപോലെ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് ചെറിയ ഉളി വെച്ച് ചിപ്പ് ചെയ്യുക, ബോക്സ് ഫിക്സ് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സോളിഡ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ മെഷീൻ, ഹിൽറ്റി പോലെയുള്ള മെഷീനൊക്കെ ഉപയോഗിക്കണം. ഇതാകുമ്പോൾ ഒന്നുമില്ല, ബീമിലിട്ടിരിക്കുന്ന സ്ലീവ് നേരെ കൊണ്ടുവരിക, ബോക്സ് ഇതുപോലെ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൺസീൽഡ് വർക്കുകൾ വളരെ പെർഫെക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ലൈൻസ് എല്ലാം വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിരിക്കും. അതായത് ഇൻക്ലൈൻഡ് ആയിട്ടൊന്നും കട്ട് ചെയ്യരുത്. കാരണം നമുക്കിപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഇത് വന്നിരിക്കുന്നത് ഹൊറിസോണ്ടലായിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കലായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതേപോലെ അധികം ഡാമേജ് ഇല്ലാതെ. സോളിഡ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ഹിൽറ്റി മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോൺഡ്യൂട്ട്സൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഫൈബർ മെഷ് സിമെൻറ്റ് ഗ്രൗട്ടിൽ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കോർണറുകളും എല്ലാ പൈപ്പുകളും ഒക്കെ നമ്മൾ കവർ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ബോക്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, അവർ ഇപ്പോൾ TVയുടെയൊക്കെ പോയിൻറ്റുകൾ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് ഫൈബർ മെഷ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടായിരിക്കണം പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. മെഷ് വെക്കണമെന്ന് പറഞ്ഞാൽ ക്രാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് കണ്ട് ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റർ ചെയ്തേക്കണ ഭാഗങ്ങളിൽ ഇനി ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, വളരെ റെയറായിരിക്കും. ക്രാക്ക് വരില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ഒരു 100% എന്നുള്ളൊരു രീതിയിലാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത്.
ഈ മെഷൊക്കെ വെക്കണതും മെഷ് എല്ലാ പൈപ്പുകളിലും വെച്ചേക്കണതും ഇവിടെ ഈ പൈപ്പിൻ്റെ ചുറ്റുമൊക്കെ വെച്ചതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു സിറ്റുവേഷനാണിത്. ഇവിടെയൊന്നും ഇനി ക്രാക്ക് വരില്ല. ഇനിയിപ്പോൾ വൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വിസിബിളായിട്ടൊന്നും കാണില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നേരം അത് റിപ്പയർ ചെയ്യേണ്ടി കൂടി ഈ ബ്ലോക്കിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ ലാസ്റ്റിൽ കുറിക്കുകയാണ്. അതായത് ഇതിന് വേണ്ട സ്ക്രൂകൾ ഇതെന്തൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു EWC ആണ് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഫിഷർ 100 കിലോ വരെയുള്ള EWC പിടിപ്പിക്കാനുള്ള ഫിഷർ ടൈപ്പ് സ്ക്രൂ ആണ്. അതായത് ഇത് ആണ് അതിൻ്റെ ഫിഷർ. ഇത് നമ്മൾ ആ ഗ്രിപ്പ് അടിച്ച് നേരിട്ടിട്ട് ഇത് അതിനകത്തേക്ക്, അപ്പോൾ ആ ഗ്രിപ്പ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ക്ലാമ്പ് ചെയ്യുക. ഇതിപ്പോൾ ഒരു 100 കിലോ വെയിറ്റ് ഉണ്ടാവും. 3 കട്ട നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, സിമെൻറ്റ് കോൺക്രീറ്റ് നിറച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലും ചെറിയ ഫിഷറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ സ്ക്രൂ ഗ്രിപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ വാൾ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഫിഷറും അതിൻ്റെ സ്ക്രൂ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ആണി യൂസ് ചെയ്യരുത്. ഇതുപോലെയുള്ള എക്സ്പാൻഡ് ചെയ്യുന്ന ഗ്രിപ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഹിൽറ്റിയുടെയോ അല്ലെങ്കിൽ ഫിഷറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഈ വെബിനാർക്ക് തന്നെ ഒരു കമ്പനി ഇറക്കുന്നുണ്ട്, ചീപ്പസ്റ്റ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അത് വാങ്ങിയിട്ടാണെങ്കിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡോർ ഫ്രെയിം വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹിൽറ്റിയുടെ ഈ ഫിഷറും സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ അങ്ങനെ കാര്യം അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു 20 കിലോ ഉള്ള ഒരു ചെറിയ പടം അങ്ങനെ എന്തെങ്കിലുമുള്ള സംഭവങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതിനെക്കുറിച്ചാണ് ഈ ഡെമോയാണ് ഇട്ടിരിക്കുന്നത്. ഇതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തത്.